ബഹുമാന്യരെ, വെമ്പായം ഗ്രാമപഞ്ചായത്ത് UDF സംഘടിപ്പിച്ചിരിക്കുന്ന വാഹന പ്രചരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ജാഥയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CR ഗലീമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനങ്ങളുള്ള ഈ വേദിയുടെ അധ്യക്ഷൻ, എന്നെ ശ്രമിക്കുന്ന അയ്യൂപ്പാറ നിവാസികളെ, UDFന്റെ മറ്റ് ഇതര പാർട്ടി പ്രവർത്തകരെ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു പഞ്ചായത്താണ് വെമ്പായം ഗ്രാമപഞ്ചായത്ത്. 5 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലം. ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഏക കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് വെമ്പായം പഞ്ചായത്താണ്. ബാക്കി 4 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നത് ഇവിടുത്തെ LDF സർക്കാരാണ്, LDFകാരാണ്. നമുക്കറിയാം, നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് MLA ആയ വ്യക്തിയാണ് ഇന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി. അദ്ദേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്ന് വായ്പോരാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും, ഒന്നും നടക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് റോഡിന്റെ കാര്യമാണ്, അദ്ദേഹം പറയുന്നത് ഹോസ്പിറ്റലിന്റെ കാര്യമാണ്, അദ്ദേഹം പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയാണ്. ഞാൻ ഓരോന്നോരോന്നായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു തരാം നമ്മുടെ പഞ്ചായത്തിൽ എന്താണ് നടന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ UDFന് സീറ്റ് 8 എണ്ണമാണ്. പക്ഷേ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ജനക്കടുപ്പിലൂടി ഞങ്ങൾ കോൺഗ്രസ്സുകാര് അല്ലെങ്കിൽ UDFകാരെ അധികാരത്തിൽ വന്നു. അന്ന് മുതല് 25 കൊല്ലം ഭരിച്ച ഇവിടത്തെ CPMനും CPIക്കും ആളിളക്കമാണ്. അവർ ഞങ്ങളെ ഇവിടെ ഇരുത്തിക്കില്ല, ഏത് വിധേനയും ഈ 5 വർഷത്തിനുള്ളിൽ പുറത്തിറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യമാണ് അവിശ്വാസം കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 4, 5, 6 തവണ അവിശ്വാസം കൊണ്ടുവന്നിട്ടും അതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട്, അമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കോൺഗ്രസ് അല്ലെങ്കിൽ UDF തന്നെയാണ് അധികാരത്തിൽ വന്നത്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവർ എല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി നേരിടുന്നത് എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നെന്നറിയോ? ഈ പഞ്ചായത്തിൽ ഒരു ഫണ്ടും അനുവദിച്ചിട്ടില്ല ഈ മന്ത്രി എന്ന് പറയുന്ന നമ്മളെ ഇവിടുത്തെ MLA. ഒരു ഫണ്ടും അനുവദിക്കാത്തതിന്റെ കാരണം അത് അവരുടെ നിന്ന് പഞ്ചായത്ത് പിടിച്ചെടുത്തു എന്ന് ഒറ്റ കാരണത്താൽ ഒരു ഫണ്ടും അനുവദിക്കാതെ പിന്നെ അത് അവർ നെട്ടോട്ടമോടിയാണ് എന്തെങ്കിലുമൊക്കെ ഈ പഞ്ചായത്തിൽ കാണിച്ചു വെച്ചത്. ഒത്തിരി പരിശ്രമമുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഈ 5 വർഷം കോൺഗ്രസ് ഈ പഞ്ചായത്ത് ഭരിച്ചത്, UDF പഞ്ചായത്ത് ഭരിച്ചത്. അങ്ങനെയെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ 5 വർഷത്തെ പഞ്ചായത്ത് വന്നത്. എന്നിട്ട് മന്ത്രി വന്ന് പറയുന്നു ഇവിടെ തേനും പാലും എല്ലാം ഒഴുക്കുന്നു എന്ന്. നമുക്കൊരു MP ഉണ്ട്, അടൂർ പ്രകാശ് MP. അദ്ദേഹത്തിന്റെ വികസന ഫണ്ടിൽ നിന്ന് ഒത്തിരി ഫണ്ട് എടുത്ത് നമുക്കറിയാം ഇവിടുത്തെ ഹൈമാസ് ലൈറ്റുകളൊക്കെ അദ്ദേഹം സ്ഥാപിച്ചു. തളിപ്പറമ്പിൽ ഒരു MP ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്നറിയോ? ഗോവിന്ദൻ മാഷ്. ഈ ഗോവിന്ദൻ മാഷ് നേരത്തെ നമ്മുടെ മന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇപ്പോൾ വാട്സപ്പിലൊക്കെ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ് ലൈറ്റിന്റെ തുക എത്രയെന്നറിയോ? അടങ്കൽ തുക 24 ലക്ഷം രൂപയാ. പക്ഷെ നമ്മളെ ഇവിടുത്തെ ഹൈമാസ് ലൈറ്റുകൾക്കൊക്കെ മുന്നിൽ ചെന്ന് നോക്കിയാൽ അറിയാം അടങ്കൽ തുക 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം, അതിനപ്പുറം പോകില്ല. അപ്പോൾ അതെന്താണ്? അതൊന്ന് പൊളിച്ചു നോക്കണം. ശബരിമലയിൽ നിന്ന് കടത്തിയ ഈ സ്വർണം അവിടെ അതിൽ പൂശിയിട്ടുണ്ടോ എന്ന്. അതിന്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു അതിന്റെ ഉള്ളിൽ ഈ ഗോവിന്ദ മാഷ് കൊണ്ടുവന്ന് സ്വർണം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ഇത്രയും തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പുതിയൊരു പദ്ധതി ഇട്ടുകൊണ്ടാണ് ഈ ഇവിടുത്തെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് വിദ്യാഭ്യാസ നയത്തിന്റെ ബാധിക്കുന്ന ഒരു പദ്ധതിയാണ് PM ശ്രീ. അതെന്താണ് PM ശ്രീ? നിങ്ങൾക്കറിയോ, നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1925 രൂപം കൊണ്ട ഒരു സംഘടനയുണ്ട്, RSS എന്ന് പറയും.
ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ വേർതിരിച്ചു ഭരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ തന്ത്രത്തിൽ മെനഞ്ഞ ഒരു സംഘടനയാണ് RSS. ഈ RSSന്റെ പ്രവർത്തന മേഖല എവിടെയാണ്? അത് നാഗ്പൂരിലാണ്. ഈ നാഗ്പൂർ, മഹാരാഷ്ട്രയിലുള്ള നാഗ്പൂരിലാണ് ഇതിന്റെ ആസ്ഥാനം. 28 ലക്ഷത്തോളം യൂണിറ്റുകളുള്ള RSS ഇന്ന് വടവൃക്ഷമായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നവരെയാണ് BJPയുടെ തലപ്പത്തേക്ക് വരുന്നത് നേതാക്കന്മാർ. അവരാണ് തീരുമാനിക്കുന്നത്. ഈ RSSന്റെ തന്ത്രങ്ങളാണ് ഇവിടെ ഈ ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. ഇവിടെ മനുഷ്യൻ എന്ത് കഴിക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ഈ ഇന്ത്യയിൽ ഏത് മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് അവർ വിദ്യാഭ്യാസ നയത്തെ മാറ്റാൻ പോകുന്നത്. വിദ്യാഭ്യാസ നയം മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും നാൾ 100 വർഷമായിട്ടും RSSകാർ 100 വർഷങ്ങൾ തികയ്ക്കുമ്പോഴും ഇവിടത്തെ ചരിത്രം മാറ്റി എഴുതാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം എന്താണ്? സ്കൂളുകളിൽ വിദ്യാർത്ഥി പഠിക്കുന്നത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടെ ജീവിച്ചിരുന്നവരും മരിച്ചിരുന്നവരുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മരിച്ചിരിക്കുന്നത്, ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളായി മരിച്ചിരിക്കുന്നതിൽ മുസ്ലിങ്ങളും മതേതരത്വവാദികളുമാണ്. അത് ഈ പുസ്തകങ്ങളിൽ നിന്ന് മാറ്റി എഴുതിയാൽ മാത്രമേ ഇവർക്ക്, ഈ പുസ്തകങ്ങളിൽ നിന്ന് അതിനെ വേർതിരിച്ചെഴുതിയാൽ മാത്രമേ ഇവർക്ക് ഈ രാജ്യത്തെ, ഇന്ത്യയെ അത് ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രമാക്കിയാൽ മാത്രമേ നാഥുറാം വിനായക ഗോഡ്സെ എന്ന് പറയുന്ന നമ്മുടെ ഗാന്ധിജിയെ കൊന്നവന്റെ ചിതാഭസ്മം അതെടുത്തു കൊണ്ടുവന്ന് ഇവിടെ ഗംഗയിൽ ഒഴുക്കുവാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയാണ് അവർ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടക്കുന്നത്. നൂറ്റാണ്ടുകളോളം ഈ രാജ്യം ഭരിച്ചത് മുഗൾ ചക്രവർത്തിമാരാണ്. അവരിവിടെ മതസഹിഷ്ണുതയുള്ളവരായിരുന്നു. അവർ സഹിഷ്ണുതാപരമായി ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും എല്ലാവരെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് ഭരിച്ചിരുന്നതാണ് ഈ നാട്, ഇന്ത്യ നാട്. അറബികൾ വിളിച്ചതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ് വിളിച്ചത്. ആ പദത്തെ മാറ്റിക്കൊണ്ട് ഇത് ഭാരതമാക്കണമെന്നും ഹിന്ദു രാഷ്ട്രമാക്കണമെന്നും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് RSSന്റെ വക്താക്കളായ BJP. ഞാൻ നേരെ സംസാരിക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിനേക്കായി നമ്മുടെ DCCയുടെ ജനറൽ സെക്രട്ടറി തേക്കട അനിൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളെ സംബോധന ചെയ്ത് സംസാരിക്കും.